ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ആ ജൂനിയർ ഡോക്ടറെ പിച്ചിച്ചീന്തിയ സംഭവത്തിൽ നീതിപീഠത്തിൽ നിന്നുള്ള വിധി എത്തിയിരിക്കുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ആണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ഇവിടെ ഒരു കൊലപാതകത്തിന് തൂക്കുകയറുണ്ടാകുമ്പോൾ അവിടെ ക്രൂരമായ സ്ത്രീയുടെ മാനത്തെപ്പോലും പിച്ചിച്ചീന്തിയ ആ കൊലപാതക കേസിൽ ജീവപര്യന്തം എന്നത് മമതാ സർക്കാരിൻ്റെ പരാജയം തന്നെയാണ് എന്ന രാഷ്ട്രീയ പ്രശ്നം കൂടി അവിടെയുണ്ട്. ക്രമസമാധാന വീഴ്ച ബംഗാളിൻ്റെ വ്യാപകമായുണ്ട്. അതൊക്കെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും വിധിയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് കോടതി വിധി പറഞ്ഞത്? അജിംഷാദി, കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത്. 17 ലക്ഷം സംസ്ഥാന സർക്കാർ ഇരയുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ ഈ നഷ്ടപരിഹാരം കുടുംബം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നീതി മതിയെന്നാണ് ഡോക്ടറുടെ കുടുംബം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ കുടുംബവും അതോടൊപ്പം CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രതിക്ക് വധശിക്ഷ, പരമാവധി ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു കുടുംബവും അതോടൊപ്പം CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് CBI കോടതിയിൽ വാദിച്ചപ്പോൾ അത്തരത്തിൽ ആ വാദത്തെ തള്ളുന്ന സ്ഥിതിയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല. മാത്രമല്ല, പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് CBI കോടതിയിൽ വാദിച്ചപ്പോൾ അത്തരത്തിൽ ആ വാദത്തെ തള്ളുന്ന സ്ഥിതിയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല. മാത്രമല്ല, പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന സമീപനം പറ്റില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി എത്തുകയായിരുന്നു. അത്തരത്തിൽ ജീവപര്യന്തം എന്നുള്ളൊരു ശിക്ഷ പൂർണ്ണമായും കുടുംബത്തിന് ഒരു അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇയാൾ മാത്രമല്ല പ്രതി, മറ്റ് കൂട്ടുപ്രതികൾ ഇതിനോടൊപ്പം ഉണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ ആശുപത്രി ജീവനക്കാരടക്കം മറ്റ് പ്രതികൾ ഉണ്ട് എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുകയും അതിനെ സംബന്ധിച്ച തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്നാൽ അതൊക്കെയും പരിശോധിച്ച് അതിന് മതിയായ തെളിവുകൾ അടക്കം സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ CBIക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കോടതിയെ അത്തരത്തിൽ ഇത്രയും ക്രൂരമായൊരു കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ, അതായത് മമതാ സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുണ്ട്. അതിനെയൊക്കെയും തീർച്ചയായും, കാരണം വലിയ പ്രതിഷേധമായിരുന്നു ഇന്ത്യയെമ്പാടും. ഒരുപക്ഷെ ബംഗാളിൽ മാത്രമല്ല, ഇന്ത്യയെമ്പാടും മമതാ സർക്കാരിൻ്റെ പ്രതിയെ സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നത് കോടതിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. സ്വാതി, അതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. കാരണം ഈ അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി കണ്ടെത്തുന്നതിലേക്ക് നയിക്കപ്പെട്ടത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണ്, ബംഗാൾ സ്റ്റേറ്റിൻ്റെ പരാജയമാണത്. അത് ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നത് സർക്കാരിന് എതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കോടതി നടത്തുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, 17 ലക്ഷം രൂപ സർക്കാർ തന്നെ നൽകണം, ബംഗാൾ സർക്കാർ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണം, വനിതാ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മമതാ സർക്കാരിൻ്റെ ഗൗരവമായ വീഴ്ചയും പ്രോസിക്യൂഷൻ്റെ വീഴ്ചയും ഒക്കെയാണ് പ്രതിഫലിക്കുന്നത്, അല്ലേ സ്വാതി സന്തോഷ്? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിയെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അതിൽ വലിയ പരാജയം പ്രോസിക്യൂഷൻ ഉണ്ടായി എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ജീവപര്യന്തം ശിക്ഷയിലേക്ക് ഇത് ഒതുങ്ങി പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം മമതാ സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. ഡോക്ടർമാർ അവരുടെ ജോലി സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും എല്ലാ സേവനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു സമരത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. രാത്രിയിലടക്കം റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോയ കാഴ്ച. മാത്രമല്ല, ഇത് പെൺകുട്ടികളുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് തൃണമൂൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ മമതാ സർക്കാരിനെ കോടതി ഓർമ്മിപ്പിക്കുന്നു. ആ ഘട്ടം എങ്ങനെ സ്വാതി? അജിംഷാദ്, ഇന്ന് ഈ ശിക്ഷ വിധിക്കുമ്പോൾ പോലും രൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. പെൺകുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
കൃത്യമായൊരു താക്കീത് കൂടി ഈ ഒരു വിധിക്ക് പിന്നാലെ കോടതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഈ മമതാ സർക്കാർ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യപ്രതി സഞ്ജയ് റോയി ആണെന്നും അതിന് പിന്നിൽ മറ്റൊരാളും ഇല്ല. അതായത് അതിന്റെ പിന്നിൽ മാത്രമല്ല സിബിഐയുടെ വീഴ്ച കൂടിയുണ്ട്. CBI അഭിഭാഷകൻ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ്. പക്ഷെ അത് തെളിയിക്കാനുള്ള തെളിവുകളിലേക്ക് CBIക്ക് പോകാനാകാത്ത പരാജയമുണ്ട്. അത് തുടക്കത്തിൽ ഒരുപക്ഷെ ബംഗാൾ പോലീസ് വരുത്തിയ വീഴ്ചയുടെ അനുരണനങ്ങളായിരിക്കാം. പക്ഷെ CBI അതിൽ നിന്ന് മോചിതമായില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ച കൂടി അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. സ്വാതി സന്തോഷ്. അജിൻ സാദ്, തീർച്ചയായും അതായത് ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയാവുന്നു, കൊല ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ തന്നെ അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ തെളിവുകൾ ഒക്കെ തന്നെയും സമർപ്പിക്കുന്നതിൽ CBIക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ CBIയുടെ വീഴ്ച നേരത്തെ തന്നെ കോടതിയുടെ കുടുംബമടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. CBI ഈ വിഷയത്തിൽ ഈ കേസിൽ വലിയ അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ പിതാവ് തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ അതിന് മുന്നേ തന്നെ കൊൽക്കത്ത പോലീസ് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ പോലും ഈ മുഖ്യപ്രതികൾക്ക് ഉന്നതരുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നു.